ഗുരുവായൂരിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന PM സാദിഖ് അലി 15,098 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കടപ്പുറം പഞ്ചായത്തിൽ 1,165 വോട്ടുകളുടെ ലീഡ് മാത്രമേ സാദിഖ് അലിക്ക് നേടാനായുള്ളൂ. കടപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെടെയുണ്ടായ വോട്ട് ചോർച്ച അന്വേഷിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ തൃശൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ തൃശൂർ ജില്ലയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച CH റഷീദ് ഈ ആവശ്യം ഉന്നയിച്ചില്ല. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിശ്ചയിച്ച കമ്മിറ്റികളുടെ പരിഗണനാ വിഷയങ്ങളിൽ അതുകൊണ്ടുതന്നെ ഗുരുവായൂർ ഉൾപ്പെട്ടില്ല. പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം പാർട്ടി അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദിനെയും കണ്ട PM സാദിഖ് അലി ഗുരുവായൂരിലെ തോൽവി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് 3 അംഗ കമ്മിറ്റിയെ ഗുരുവായൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ചത്. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാൻ BK ഇബ്രാഹിം കുഞ്ഞ്, ഷംസുദ്ദീൻ MLA, TM സലീം എന്നിവരെ ചുമതലപ്പെടുത്തി. CH റഷീദ് ഗുരുവായൂരിൽ സീറ്റ് പ്രതീക്ഷിച്ചിരിക്കെയാണ് PM സാദിഖ് അലിയെ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മീഡിയ 1 കോഴിക്കോട്.